നോർവേ ചെസ് 2024 ഒരുപാട് ഡ്രാമാറ്റിക് ഗെയിംസ് നടന്നു. ഇതും അതുപോലത്തെ ഒരു ഡ്രാമാറ്റിക് ഗെയിമാണ്. ഇന്ന് നമ്മൾ കാണാൻ പോണത് ഫാബിയാനോ കരുവാനയും ഡിങ് ലെറിനും തമ്മിലുള്ള മാച്ചാണ്. അപ്പോൾ രണ്ടുപേരും വേൾഡ് ക്ലാസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്ലേയേഴ്സാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഗെയിമിൽ എന്ത് നടന്നു എന്ന് നോക്കാം, എന്താണ് ഡ്രാമാറ്റിക് ആയിട്ട് നടന്നതെന്ന് നോക്കാം. എന്തായാലും ഫാബിയാനോ ആണ് വൈറ്റ് കളിക്കുന്നത്, ബ്ലാക്ക് കളിക്കുന്നത് ഡിങ് ലെറിനാണ്, ഇപ്പോഴത്തെ വേൾഡ് ചാമ്പ്യനാണ്. ഫാബിയാനോ E4 വെച്ച് തുടങ്ങുന്നു, ഡിങ് E5 കളിക്കുന്നു, നൈറ്റ് F3, നൈറ്റ് C6, ബിഷപ്പ് C4, നൈറ്റ് F6. അപ്പോൾ ഇത് ഇറ്റാലിയൻ ഗെയിമിൻ്റെ 2 നൈറ്റ് ഡിഫൻസ് ആണ്. D3, ബിഷപ്പ് C5. അപ്പോൾ ഇതൊരു ഗേഗപ്പിയാനോ സ്ട്രക്ചറിലോട്ട് പോവുകയാണ്. വൈറ്റ് ക്യാൻസൽ ചെയ്യുന്നു, ഡിങ്ങും ക്യാൻസൽ ചെയ്യുന്നു, നൈറ്റ് D2 കളിക്കുന്നു, D6. അപ്പോൾ ഇതിൻ്റെ ഐഡിയ എന്താണെന്ന് മനസ്സിലാക്കണം, ബിഷപ്പിനെ പുറത്തിറക്കാനാണ്. C3, അപ്പോൾ തക്കമായ അവസരത്തിൽ D4 കളിച്ച് സെൻട്രൽ കൺട്രോൾ കൊണ്ടുവരിക. ഇനി ബിഷപ്പിലേക്ക് അറ്റാക്ക് വന്നാൽ ബിഷപ്പിന് റിട്രീറ്റ് ഒക്കെ ചെയ്യാനും കൂടെയാണ് ഇങ്ങനെ വരുന്നത്. A5 കളിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഉദ്ദേശം ഇവിടുത്തെ ഈ B4 ഇതുപോലത്തെ പുഷ് കൊടുത്ത് ഈ ബിഷപ്പിനെ ഓടിച്ചു വിടുന്നത് തടയാനൊക്കെയാണ്. H3, H6, റൂക്കിനെ ഇവിടെ E1 കളിക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ D4 പുഷ് നടക്കുമ്പോൾ E4 പോണിലേക്ക് കുറച്ചും കൂടെ പ്രൊട്ടക്ഷൻ നൽകാനും, അത് മാത്രമല്ല ഇവിടെയുള്ള നൈറ്റിനെ ഇവിടേക്ക് കൊണ്ടുവന്നതിൻ്റെ വേറൊരു ഐഡിയ, ഈ നൈറ്റിനെ ഇവിടേക്ക് കൊണ്ടുവന്ന് G3 വന്ന് കിങ് സൈഡിലേക്കൊക്കെ അറ്റാക്കിന് പോകാവുന്നതാണ്. ബിഷപ്പ് E6 കളിക്കുന്നു, ബിഷപ്പ് B5 കളിച്ച് ഈ ഒരു നൈറ്റിനെ അറ്റാക്ക് ചെയ്യണം. ഈ ഒരു ബിഷപ്പിനെ ഇവിടെ നിന്ന് മാറ്റുകയാണ് ഇവിടെ കറുവാന. ഇവിടെ ഡിങ് വളരെ ഡീപ്പായിട്ടുള്ളൊരു മൂവ് കളിക്കുകയാണ്, ക്യൂവിനെ B8 കളിക്കുന്നു. അപ്പോൾ നോർമൽ പ്ലാൻ പോലെ ഈ ഒരു നൈറ്റിനെയൊക്കെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് ക്യൂവിനെ പിന്നെ പുറത്തിറക്കുന്നതിന് പകരം വേറൊരു രീതിയിലാണ് ഇവിടെ ഡിങ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ വന്നിട്ട് ക്യൂവിനെ ഇവിടേക്ക് വരിക. ത്രെട്ട് എന്താണ്, ഈ ഒരു F2 പോണിലേക്ക് പണി കൊടുക്കുക. ഇതാണ് ഡിങ്ങിൻ്റെ ഐഡിയ. ഫാബിയാനോ എങ്ങനെയാണ് ഇതിന് പ്രതികരിക്കുന്നത്? റൂക്കിനെ E2 കളിക്കുന്നു, ക്യൂവിനെ A7. അപ്പോൾ പ്ലാൻ പോലെ പോകുന്നു, F2 അറ്റാക്ക്. പക്ഷെ തൽക്കാലം കുഴപ്പമൊന്നുമില്ല, റൂക്ക് അവിടെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ബിഷപ്പ് വെച്ച് നൈറ്റിനെ വെട്ടിയെടുക്കുന്നു, തിരികെ വെട്ടുന്നു, A4 കളിക്കുന്നു. അപ്പോൾ കൂടുതൽ സ്പേസ് കൊണ്ടുവരികയാണ്. ഇവിടെ നൈറ്റിനെ റീറൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു നൈറ്റ് മൂവ് എടുത്തു നോക്കാം, നിങ്ങൾ ലൈവ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെയധികം ടൈം എടുത്തിട്ടാണ് ഡിങ് ഇങ്ങനെ ഒരു മൂവ് കാണുന്നത്. നൈറ്റിനെ D7 കളിക്കുന്നു. എന്താണ് ഐഡിയ എന്ന് നോക്കാം. ഒരു പക്ഷേ ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞിട്ട് ഒരു പക്ഷേ ഭാവിയിൽ ഒരു D5 ഒക്കെ കളിക്കാനായിരിക്കാം. എന്തായാലും നൈറ്റ് F1 പോകുന്നു. അപ്പോൾ ഐഡിയ ഏകദേശം വ്യക്തമായി, ഇവിടെ G3 വരാനാണ്. ഈ റൂക്ക് ഇവിടെ കുറച്ച് പാസീവായിട്ട് തോന്നുമെങ്കിലും വളരെ നന്നായിട്ട് തന്നെ ഡിഫെൻഡ് ചെയ്തിരുന്നുണ്ട്. എന്തായാലും D5 ഡിങ് കളിക്കുന്നു. അപ്പോൾ ഡിങ്ങിന് ഇവിടെ കൈൻഡ് ഓഫ് ഒരു ചെറിയ പ്ലസ് ഉണ്ട്, പക്ഷേ ഇത് കറക്റ്റായിട്ട് കളിച്ചു കഴിഞ്ഞാൽ കരുവാനയ്ക്ക് ഈസിലി ഈക്വലൈസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ തിരിച്ചടിക്കുന്നു, D4 കളിച്ചാൽ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യണം, പോൺ വെച്ച് വെട്ടുന്നു, നൈറ്റ് വെച്ച് വെട്ടിയെടുക്കുന്നു. ക്യൂവിനെ ഇവിടെ B6 കളിക്കുന്നു. ഇത് കുറച്ച് ഓഡ് മൂവ് ആയിട്ട് തോന്നി, കാരണം ഇവിടെ നേരിട്ട് ഈ ബിഷപ്പിൻ്റെ ഇത് വെട്ടിയാലും മതി, കാരണം ക്യൂവിനൊക്കെ ഇവിടെ വെട്ടിയിട്ട് ഇങ്ങനെ ഒരു വേണമെങ്കിൽ ഒരു എക്സ്ചേഞ്ച് വേരിയേഷനിലോട്ട് പോയാൽ മതിയായിരുന്നു. പക്ഷേ ഗെയിമിൽ നടന്നത് എന്താണ്, ഗെയിമിൽ ക്യൂവിനെ B6 കളിക്കുന്നു. ഒരു പക്ഷേ ഇത് ഓക്കെ, ഇവിടുത്തെ ഈ ഒരു ക്യൂൻ അവിടെ വന്നത് അവിടെ C6 പ്രൊട്ടക്ഷനായി. പക്ഷെ അതിന് നല്ലത് നേരത്തെ നടന്ന പോലെ എക്സ്ചേഞ്ച് തന്നെയായിരുന്നു. ബിഷപ്പിനെ E3 കളിക്കുന്നു, ബിഷപ്പ് വെച്ച് വെട്ടിയെടുക്കുന്നു ആ നൈറ്റിനെ, ബിഷപ്പ് വെച്ച് തിരികെ വെട്ടുന്നു, ക്യൂൻ പുറകോട്ട് പോകുന്നു. അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ചിന്തിക്കും, ഈ ഒരു പോണിനെങ്ങ വന്ന് വെട്ടിയെടുത്തൂടെ? അപ്പോഴാണ് ഈ റൂക്കിൻ്റെ വീണ്ടും പ്രസക്തി. ഈ റൂക്ക് ഇവിടെയുണ്ട്, F2 മാത്രമല്ല B2 ഗാർഡ് ചെയ്യുന്നുണ്ട് ആ ഒരു റൂക്ക്. ക്യൂവിനെ B7 കളിക്കുന്നു, പോൺ വെച്ച് വെട്ടുന്നു. ഇവിടെ രണ്ട് രീതി റീക്യാപ്ചർ ചെയ്യാം, പോൺ വെച്ച് വെട്ടാം, ബിഷപ്പ് വെച്ച് വെട്ടാം. കളിയിൽ പോൺ വെച്ചാണ് ഇവിടെ ഡിങ് വെട്ടുന്നത്. അപ്പോൾ ഈ ഒരു ബിഷപ്പ് വെച്ച് വെട്ടി എന്താ കുഴപ്പം? അങ്ങനെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഫാബിയാനോയ്ക്ക് ഒരു കിടിലൻ മൂവ് ഉണ്ട്, C4. ഇപ്പോൾ ഈ ഒരു ബിഷപ്പിനെ ഡിഫ്ലക്റ്റ് ചെയ്യുകയാണ്. എന്താണ് ഐഡിയ? ബിഷപ്പ് വെച്ച് പോണിനെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു കിടിലൻ മൂവ് ഉണ്ട്, ഈ റൂക്കിനെ അറ്റാക്ക് ചെയ്യുകയാണല്ലോ, റൂക്കിനെ ഇവിടെ E3 കളിക്കും. പിന്നെ ആ ബിഷപ്പ് C3 പോകും. ഇങ്ങനെ ഒരു പക്ഷേ ഒരു റാൻഡം മൂവ്, ഒരു പക്ഷേ നമുക്ക് ഒരു പക്ഷേ ലെറ്റ്സ് ഒരു F6 പോലത്തെ ഒരു മൂവ് എന്ന് വയ്ക്കാം. ഇങ്ങനത്തെ ഇത് വന്നു കഴിഞ്ഞാൽ ഇവിടെ വളരെ വളരെ നല്ല രീതിയിൽ ഇതിനെ ബിഷപ്പിനെ ഇവിടേക്ക് C3 കളിച്ചിട്ട് ക്യൂവിനെ ഇവിടേക്ക് വരാം, ബിഷപ്പിലേക്ക് അറ്റാക്കുമാണ്. പിന്നെ വേണമെങ്കിൽ ഇവിടേക്കൊക്കെ വരാം, നല്ല ഒരുപാട് ത്രെഡ്സും കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ തന്നെ ബിഷപ്പ് C3 കളിക്കുമ്പോൾ ഇങ്ങനെ വരാതെ തന്നെ ഈ ഒരു നൈറ്റിലേക്കും കൂടെ അറ്റാക്കാണ്. അത് മാത്രമല്ല ഇപ്പോൾ ഈ നൈറ്റിന് ഇവിടെ പോകാൻ നല്ല സ്കോറുകളൊന്നുമില്ല. ഒരു പക്ഷേ നൈറ്റിനെ B6 കളിച്ചു കഴിഞ്ഞാലോ ഈ പൊസിഷനിലും ഇവിടെ വൈറ്റിന് നല്ല പൊസിഷനിലേക്ക് പോകാൻ പറ്റും. നൈറ്റ് D2 കളിച്ച് ഇപ്പോൾ എല്ലാ പീസുകളും ആക്റ്റീവ് ആവുകയാണ്.
ഇപ്പോൾ ഈ ഒരു ബിഷപ്പിലേക്കും അറ്റാക്കാണ്, നല്ല സ്കോറുകളിലേക്ക് വരാനും പറ്റും. അപ്പോൾ ഈ ഒരു C4 മൂവിന് ശേഷം ഇതിനെ വെട്ടിക്കഴിയുമ്പോൾ ഇനി വൈറ്റിൻ്റെ പ്ലാൻ വളരെയധികം വ്യക്തമാണ്. ബിഷപ്പിനെ ജസ്റ്റ് പുറകോട്ടിടുക, എന്നിട്ട് ക്യൂവിനെ വിരിയുക, ഒരു റാൻഡം മൂവ്, വേറെ റാൻഡം മൂവ് കളിച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയെല്ലാം കളിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ബിഷപ്പിനെ മാറും. ഇങ്ങനെയൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്വീൻ D4 വരും. അപ്പോൾ മേറ്റിംഗ് ത്രെട്ട് മാത്രമല്ല, ഈ ഒരു ബിഷപ്പിലേക്ക് അറ്റാക്കാണ്. അപ്പോൾ ഇതുപോലത്തെ പണിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഡിങ് പോൺ വെച്ച് റീക്യാപ്ചർ ചെയ്തത്. ഇവിടെ നൈറ്റിനെ G3 കളിക്കുന്നു, റൂക്ക് E8 വരുന്നു, ക്യൂവിനും മുന്നോട്ട് വരുന്നു. അപ്പോൾ ബാക്കിയുള്ള ആ റൂക്കിനെയും കൂടെ കണക്ട് ചെയ്യാനാണ് C5 കളിച്ച് ഈ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യണം. ഫാബിയാനോ ജസ്റ്റ് റിട്രീറ്റ് ചെയ്യുന്നു. കിങ്ങിനെ ഇവിടെ H7 കളിക്കും. എന്തിനാണ് ഡിങ് അവിടെ കളിക്കുന്നത്? കാരണം ഈ ഒരു ക്യൂനും ബിഷപ്പും കുറച്ച് അപകടകാരിയാണ്. ക്യൂനും ബിഷപ്പും ഇങ്ങനെ വന്നിട്ട് ഒരു പക്ഷേ എന്തെങ്കിലും സാക്രിഫൈസ് ഇവിടെ ഉണ്ടോ എന്ന് പേടിച്ചിട്ടാണ് ഡിങ് ഇവിടെ കിങ് H7 കളിക്കുന്നത്. റൂക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നു, ക്യൂൻ C6 കളിക്കുന്നു. അപ്പോൾ ഈ ഒരു മൂവ് ഇപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തോന്നില്ല. പക്ഷേ ഇവിടെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഇതോടെ വൈറ്റിന് ഇവിടെ തുറന്നു കൊടുക്കാവുന്നതാണ്. ഇവിടെ ബ്ലാക്കിന് ആദ്യം ബിഷപ്പിന് F4 കളിക്കുന്നു. വളരെ ഡീപ്പായിട്ട് ഓരോ പൊസിഷൻ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള ഈ പോണിന് ഇപ്പോൾ ഡിങ് നോക്കുമ്പോൾ ഈ ഒരു പോൺ ഇവിടെ കിടക്കുന്നുണ്ട്. അതാണല്ലോ ആ ഒരു ഇവിടെ ഫാബിയാനോയുടെ പൊസിഷനിലുള്ള ഒരു വീക്ക്നെസ് ആയിട്ടുള്ളത്, ആ ഒരു പോണാണല്ലോ. അപ്പോൾ അതിന് ത്രെട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് ക്യൂവിന് C6 കളിക്കുന്നത്. അപ്പോൾ ബിഷപ്പ് F4 കളിച്ച് ജസ്റ്റ് ആ ബിഷപ്പിൻ്റെ ആ ഒരു ഡയഗണലൊന്ന് ഓപ്പൺ ചെയ്യണം, ബിഷപ്പിനെ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് സ്ക്വയറിലേക്ക് വെക്കണം. എന്തായാലും ഒരു പോണല്ലേ, വെട്ടിയെടുത്തു. ഇവിടെ അടുത്ത ആ നൈറ്റും കൂടെ കളിയിലേക്ക് വന്നു, നൈറ്റ് F5. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിനെ വെട്ടാൻ പറ്റില്ല. കാരണം എന്താണ്, ഇവിടെ ഈ പ്രശ്നമുണ്ട്, രണ്ട് റൂക്കുകളും കൂടെ ലൈനപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നൈറ്റ് F5 വരുന്നു. ഇപ്പോൾ നൈറ്റ് F5 വരുമ്പോൾ ഉള്ള ത്രെഡ്സ് ഈ നൈറ്റും ഈ ബിഷപ്പും ക്യൂവിനും എല്ലാം കൂടെ H6 അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ ബ്ലാക്ക് ചെയ്യേണ്ടത്? ബ്ലാക്കിന് ഇവിടെ ജസ്റ്റ് റൂക്ക് G8 കളിച്ച് നോർമലി കളി മുന്നോട്ട് പോകാൻ പറ്റുന്നതായിരുന്നു. പക്ഷേ ഒരു ലോക ചാമ്പ്യൻ്റെ നമ്മൾ നേരത്തെ വീഡിയോസിലും ഡിങ് മെയ്റ്റ് ഇൻ 2 ഒക്കെ മിസ് ചെയ്തത് കണ്ടു, ഇവിടെ കാൾസൻ്റെ കൂടെയൊക്കെ മിസ് ചെയ്തത് കണ്ടു. ഈ ഒരു ഗെയിമിലും ഒരു ലോക ചാമ്പ്യൻ മിസ് ചെയ്യാൻ പറ്റാത്തൊരു മിസ്സാണ് ഇവിടെ ഡിങ്ങിന് പറ്റിയത്. ഇവിടെ ക്വീൻ C6 ശേഷം നൈറ്റിൻ്റെ G7. അപ്പോൾ നോക്കുമ്പോൾ ഇതൊരു സാക്രിഫൈസ് അല്ലേ, സാക്രിഫൈസ് ഒക്കെ ആർക്കും കൂടെ മിസ് ചെയ്യാൻ പാടില്ലേ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം, ഇവിടെ ഡിങ്ങിനെ പോലെ ഒരു ക്ലാസിക്കൽ വേൾഡ് ചാമ്പ്യൻ ആയിട്ടുള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയർ ഇങ്ങനെ ഒരു നൈറ്റ് ടേക്സ് G7 മിസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇതിന് ശേഷം ഇത് ഒബ്വിയസ് ത്രെട്ടാണ്. ഒന്നും ചെയ്തില്ലെങ്കിൽ റൂക്കോ അല്ലെങ്കിൽ ബിഷപ്പിലേക്ക് അറ്റാക്കാണ്. അപ്പോൾ വീണ്ടും ഫാബിയാനോ ഓരോ പീസുകൾ എടുത്തുകൊണ്ടിരിക്കും. എടുത്തു കഴിഞ്ഞാൽ ബിഷപ്പും ക്യൂവിനും തമ്മിലുള്ള കണക്ഷൻ ഉണ്ട്. അപ്പോൾ വേറെ നിവർത്തിയില്ല, എടുക്കാതല്ല വേറെ നിവർത്തിയില്ല, കിങ് വെച്ച് നൈറ്റിനെ വെട്ടിയെടുക്കുന്നു, ബിഷപ്പ് വെച്ച് വെട്ടുന്നു, ചെക്ക്, കിങ് മാറുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു സാക്രിഫൈസ് മാത്രമല്ല, ഈ ഒരു ലൈനിൽ മോർ ഓർ ലെസ് ഫോഴ്സ്ഡ് ആണ്. ഇപ്പോൾ നേരത്തെ ആ കൊടുത്ത ആ ഒരു പീസിന് പകരമായിട്ട് ദാ റൂക്കും വീണു. ഇവിടെ ഇവിടെയും ഡിങ്ങിന് വേണമെങ്കിൽ കളിയിലേക്ക് തിരിച്ചു വരാനൊരു വഴിയുണ്ട്. ഇവിടെ നൈറ്റ് ഇൻറ്റു F8 കളിച്ചു കഴിഞ്ഞാൽ കളിയിലൂടെ തിരിച്ചു വരാം. ഇവിടുത്തെ ഈ പൊസിഷനിൽ മോർലെസ് ഡ്രോയിസ് പൊസിഷനാണ്, ബെസ്റ്റ് മൂവ്സ് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ ക്യൂൻ G5 കളിച്ചു കഴിഞ്ഞാൽ ഇവിടെ D4 കളിക്കാം, ഈ ഒരു ക്യൂവിൻ്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യാം. അങ്ങനെ ഒരുപാട് ഐഡിയാസ് ഇവിടെ ഡിങ്ങിന് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പൊസിഷനിൽ ഇതിന് ശേഷം റൂക്കിൻ്റെ F8 ആണ് ഇവിടെ ഡിങ് കളിക്കുന്നത്. അപ്പോൾ ഇത് കളിച്ചതോടെ കൂടുതൽ ലൈൻസ് ഇവിടെ കറുവാനൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റി. ക്യൂവിനെ ആദ്യം G5 കളിക്കുന്നു, റൂക്ക് E8 പോകുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഓക്കെ റൂക്ക് ഇവിടേക്ക് വന്ന് ഈ ക്യൂവിനെ അങ്ങ് അറ്റാക്ക് ചെയ്ത് കുറച്ച് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ തുറന്നിട്ടൂടെ, അങ്ങനെ ചെയ്യാൻ പാടില്ലേ? അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ക്യൂവിന് H4 ചെക്ക് ഉണ്ട്. കിങ് മാറിക്കഴിയുമ്പോൾ ഇവിടെ റൂക്ക് ടേക്സ് ബിഷപ്പ്, ഒരു ബ്യൂട്ടിഫുൾ സാക്രിഫൈസ് ഉണ്ട്, എക്സ്ചേഞ്ച് സാക്രിഫൈസ് ഉണ്ട്. ക്യൂവിൻ വെച്ച് എടുത്തു കഴിഞ്ഞാൽ കാര്യമൊന്നുമില്ല, വെറുതെ റൂക്ക് വെച്ച് തിരികെ വെട്ടും. പോൺ വെച്ച് കെട്ടിയാലോ ആദ്യം ഒരു ചെക്ക് കൊടുക്കും. മാത്രമല്ല കിങ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാലും ഇപ്പോൾ വേറെന്താ ചെയ്യാനുള്ളത്, കിങ് H8 പോയി കഴിഞ്ഞാൽ ഇവിടെ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ജസ്റ്റ് റൂക്ക് ടേക്ക് C6 തന്നെ വരും. എന്ത് കഴിഞ്ഞാൽ ആ ക്യൂവും പോവും. ഇനി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാലോ അടുത്തത് റൂക്ക് ഇൻറ്റു ഇവിടെ E6. ഇനി ഇതുപോലത്തെ ചെക്ക് മേറ്റിംഗ് ത്രെഡ്സും ഉണ്ട് ആ ക്യൂവിന് അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാം ഉള്ളതുകൊണ്ടാണ് ആ ഒരു ലൈൻ അത്ര കളിക്കാതിരുന്നത്, റൂക്കിനെ അവിടേക്ക് കളിക്കാതിരുന്നത്. പക്ഷെ പ്രത്യേകിച്ചൊന്നും ഹെൽപ്പ് ചെയ്യുന്നില്ല. എന്തായാലും റൂക്കിനെ ഇവിടെ E8 കളിക്കുന്നു, C4 കളിച്ച് വീണ്ടും കറുവാനോ ബ്യൂട്ടിഫുൾ പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ ഇവിടെ റൂക്കിനെ B8 കളിക്കുന്നു. ഇവിടെ പ്രത്യേകിച്ചൊന്നും കളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ ഒരു പക്ഷേ
പോൺ വെച്ച് എടുത്താൽ എന്ത് സംഭവിക്കും? അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനെ എടുത്തു കഴിയുമ്പോൾ ഈ ഒരു പോണ് ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള E4 സ്ക്വയർ കൺട്രോൾ ചെയ്തിരുന്നു. അത് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നടക്കാൻ പോകുന്നത്, ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ റൂക്കിനെ E4 കളിക്കും. അപ്പോൾ ഇതിൻ്റെ ഐഡിയ ഈ ഒരു പോണിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതല്ല ഐഡിയ. ഈ റൂക്കാശാൻ ഇവിടെ കളിയിലേക്ക് വരും, ഒരു ചെക്ക് മേറ്റിംഗ് അറ്റാക്കിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഇതിനെ തടുക്കാൻ ഇവിടെ ബ്ലാക്കിന് ഒന്നും തന്നെ ചെയ്യാനും പറ്റൂല. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ ഒരു 3 ശേഷം C4 കളിക്കുന്നത്. ഇവിടെ റൂക്കിനെ BA കളിക്കുന്നു. ഇത് ഇമ്മീഡിയറ്റ്ലി ലൂസിങ് ആണ്. ഒരു പക്ഷേ ഇത് അല്ലെങ്കിൽ ഈ പൊസിഷൻ കുറച്ചുകൂടെ മോറലെസ് ലൂസിങ് ആണ്. അതിനേക്കാളും കുറച്ചും കൂടെ ചെയ്യേണ്ടിയിരുന്ന നല്ലൊരു മൂവ് ഇങ്ങനെ നൈറ്റ് B6 ഒക്കെ വന്നിട്ട് ഈ ഒരു പൗണ്ടിലേക്ക് അഡീഷണൽ പ്രഷറൊക്കെ കൊടുക്കുന്നതായിരുന്നു. പക്ഷേ റൂക്കിനെ BA കളിക്കുന്നു. ഇവിടെ റൂക്ക് ഇൻറ്റു E6. അപ്പോൾ കളിയുടെ കാര്യം ഏകദേശം തീരുമാനമായി. അപ്പോൾ ഇവിടെ ഒരു ബിഷപ്പിനെ ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസ് ആണെന്ന് വേണമെങ്കിലും നേരത്തെ കണ്ട അതേ ലൈനിലേക്ക് തന്നെയാണ്. ക്യൂൻ വെച്ച് വെട്ടിയെടുത്തു കഴിഞ്ഞാൽ ഒരു ചെറുത് റൂക്ക് വെച്ച് വെട്ടും. പോൺ വെച്ച് വെട്ടി ഇവിടെ വീണ്ടും ചെക്ക്, കിങ് G8, റൂക്ക് E3. അപ്പോൾ ഈ ഒരു ലൈനിലേക്ക് പോകുന്നതുകൊണ്ട് ഇവിടെ ഒരു നിവർത്തിയില്ല ഇവിടെ ഡിംഗ്ലറിന്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പൊസിഷനിൽ റൂക്കിൻ്റെ E6ന് ശേഷം ഡിംഗ്ലിറൻ റിസൈൻ ചെയ്യുന്നത്. കാരണം വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല. നേരത്തെ കണ്ട പോലെ തന്നെ വെട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെക്ക് കൊടുക്കും, കിങ് മാറുന്നു, റൂക്ക് E3. നേരിട്ട് ആ പോണിനെ വെട്ടാൻ പോലും അല്ല ചെയ്യുന്നത്. കരുവാനയ്ക്ക് അതിനുള്ളക്കാളും ബെസ്റ്റ് മൂവ് ഉണ്ട്, റൂക്ക് E3 കളിക്കുക. അടുത്ത ചെക്ക് തടുക്കാൻ കുറേ കഷ്ടപ്പെടും. ഇനി ആ റൂക്ക് കൊടുക്കേണ്ടി വരും. എന്ത് ചെയ്താലും കാര്യമൊന്നുമില്ല. ഒരു പക്ഷേ നൈറ്റ് F8 കളിച്ചിട്ടും കാര്യമൊന്നുമില്ല. വെറുതെ റൂക്ക് G3 ചെക്ക് വരും. കിങ് മാറിക്കഴിഞ്ഞാൽ നേരെ മെയ്റ്റായി പോകും. കാരണം എന്താണ്, ഇവിടെ ക്യൂനും റൂക്കും കൂടെ ഉണ്ട്. അതിൽ ഇതൊന്നുമല്ല. അപ്പോൾ ഇതിനാകെ വരാനുള്ളത് നൈറ്റ് G6. കുറച്ച് മൂവ്സായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനേ ഉള്ളൂ. പക്ഷേ ജസ്റ്റ് മാറി കളി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സാക്രിഫൈസിന് ശേഷം, ആ ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസിന് ശേഷം ഇവിടെ ഈ ഒരു മൂവിന് ശേഷം ഇവിടെ ഡിംഗ്ലിറൻ റിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഗെയിം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ വേൾഡ് ചാമ്പ്യനിൽ നിന്ന് ഇതുപോലത്തെ എറേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യാവോ? നിങ്ങൾ ഈ ഇതുപോലത്തെ ഒരു മൂവ് സ്പോട്ട് ചെയ്തോ എന്നും കൂടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണാം.